കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണു. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. വാർഡിലെ ശുചിമുറികൾ ഉള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വിവരങ്ങളുമായി കാർത്തു ചേരുന്നു. കാർത്തു, എങ്ങനെയാണ് ഈ കെട്ടിടം തകർന്നു വീണത്? നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ സ്ഥിതി എന്താണ്? വിശദാംശങ്ങൾ. അർജുന, അല്പസമയം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. 10ഉം 14ഉം വാർഡിനിടയിലുള്ള ശുചിമുറിയുടെ ഭാഗമാണ് തകർന്നു വീണത്. ഇതിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൽ 3 പേരെ ഇപ്പോൾ നിലവിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കുട്ടിക്ക് പരിക്കേറ്റതായും സൂചനകളുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെ പോലീസും ഫയർഫോഴ്സിന്റെയും സംഘം എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നുണ്ട്. ദൃക്സാക്ഷികളാണ് ഇത്തരത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റതായുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 3 പേരെയാണ് ഇപ്പോൾ നിലവിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട്. ഒരു കുട്ടിക്ക് പരിക്കുണ്ടെന്നാണ് വിവരം. പോലീസും ഫയർഫോഴ്സ് സംഘവും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടാതെ മന്ത്രി VN വാസവനും സ്ഥലത്തെത്തി സംഭവം നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. ഈ ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ സമയത്ത് അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അധികം വ്യക്തത ലഭ്യമാകേണ്ടതുണ്ട്. നിരവധി ആളുകൾ നിലവിൽ ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. 3 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വലിയ കെട്ടിട ഭാഗം തന്നെയാണ് തകർന്നു വീണിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 10ഉം 14ഉം വാർഡിനിടയിലുള്ള ശുചിമുറി നിലനിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഈ ഭാഗത്താണ് നിരവധി ആളുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഇനിയും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഇപ്പോൾ നിലവിൽ 3 പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൊരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ ഒരു സ്ത്രീയെയും കൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി വിവരങ്ങൾ ലഭ്യമാവുക. നിലവിൽ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അതുകൂടാതെ തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അർജുന, മന്ത്രി VN വാസവൻ പറഞ്ഞത് ഇത് ഉപേക്ഷിച്ച കെട്ടിടമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആശുപത്രി പ്രവർത്തകർ ഇത് ഉപയോഗിക്കാൻ കൊടുത്തത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടക്കില്ലേ? തീർച്ചയായും അർജുന, നിലവിൽ ഇപ്പോൾ VN വാസവൻ മന്ത്രി സ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനം വിലയിരുത്തിയിട്ടുണ്ട്. കെട്ടിടം ഉപയോഗത്തിലുള്ളതല്ല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. അടച്ചിട്ടിരുന്ന ഭാഗമാണ് പൊളിഞ്ഞു വീണതെന്നും മന്ത്രി പറയുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെങ്കിലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 10ഉം 14ഉം വാർഡിനിടയിലുള്ള അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. എങ്കിലും 3 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരം. ഇതിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ആരോഗ്യ കേരളവും വിവാദവും കെട്ടണയുന്നില്ല. തുടരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ മുന്നേ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇന്നിതാ കോട്ടയം മെഡിക്കൽ കോളേജ്. നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഈ സർക്കാരിന്റെ ഒരു കോട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അർജുന, അക്കാര്യത്തിലൊക്കെ ഇനിയും നമ്മൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ദുരന്തങ്ങൾ ആവർത്തിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ 14-ാം വാർഡ് നിലനിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ അപകടമുണ്ടായത്. എങ്കിലും ഈ ഭാഗം ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ്. മാലിന്യങ്ങൾ തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചതെന്നാണ് മന്ത്രി VN വാസവൻ അറിയിച്ചത്. ഇതിലിപ്പോൾ 3 പേരെ ആണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും സംയുക്തമായ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൽ കൂടുതൽ ഇനി ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, അതോ ഇതിൽ ആളുകൾ ഇനിയും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണു. ഗുരുതരമായിട്ടുള്ള കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. നിലവിൽ 3 പേരെ രക്ഷപ്പെടുത്തി. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർഡിലെ ശുചിമുറികൾ ഉള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. നിലവിൽ മന്ത്രി VN വാസവൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നിലവിൽ ആളപായം എന്തെങ്കിലും സംഭവിച്ചോ? നിലവിൽ ആളുകളുടെ സ്ഥിതി എന്താണ്? അർജുന, ഇപ്പോൾ എത്ര ആളുകൾക്ക് അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ലഭ്യമായിട്ടില്ല. എങ്കിലും നിലവിൽ 3 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലൊരു കുട്ടിക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ VN വാസവനും മന്ത്രിയും അടക്കം സ്ഥലത്തെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരും. കൂടാതെ ഈ ഒരു കെട്ടിടം പഴകിയ കെട്ടിടമാണ്, ഇത് ഉപയോഗശൂന്യമായാണ് കിടന്നിരുന്നത് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ VN വാസവൻ മന്ത്രി വ്യക്തമാക്കിയത്. ഈ കെട്ടിടം പഴക്കമുള്ളതാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം പണിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ ഭാഗത്തേക്ക് പുതിയ ബ്ലോക്കിലേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റാനിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര പേർ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നോ മറ്റ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രക്ഷപ്പെടുത്തിയ ആളുകളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഒരു കുട്ടിയടക്കമുണ്ടെന്നാണ് പറഞ്ഞത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ്. മറ്റ് 2 പേരുടെ നില എത്രത്തോളം ഇതാണെന്ന് നമുക്ക് വ്യക്തത ലഭ്യമായിട്ടില്ല. ഇനി അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ നിലവിൽ ഇപ്പോൾ 3 പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു കുട്ടിക്കാണ് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണു. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. നിലവിൽ 3 പേരെ രക്ഷപ്പെടുത്തി. അതിൽ ഒരു കുട്ടിയടക്കം ഉണ്ടായിരുന്നു. നിലവിൽ അവർ ചികിത്സയിലാണ്. സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വാർഡിലെ ശുചിമുറികളുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. VN വാസവൻ പറഞ്ഞു ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തിന് ഈ ഉപേക്ഷിച്ച കെട്ടിടത്തിൽ സാധാരണക്കായ ആളുകളെ ശുചിമുറിയിലേക്ക് അവിടെ പോയി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയുള്ള ചർച്ചയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാർത്തു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാർത്തു, തുടരാം. അർജുന, ഇപ്പോൾ 14-ാം വാർഡിന് സമീപമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. ഇത് പഴകിയ കെട്ടിടമാണെന്നാണ് മന്ത്രി VN വാസവൻ അറിയിച്ചിരിക്കുന്നത്. 3 ആഴ്ച മുന്നേ മന്ത്രി VN വാസവനൊപ്പം ആരോഗ്യമന്ത്രിയും യോഗം ചേർന്ന് ഈ കെട്ടിടത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട യോഗം ചേർന്ന് നടപടികൾ എടുത്തിരുന്നു. ഈ ബ്ലോക്കിലുള്ള ഭാഗങ്ങൾ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റവരെല്ലാം തന്നെ രോഗികളുടെ കൂടെ രോഗികൾക്ക് കൂട്ടിരിപ്പിന് വന്ന ആളുകളാണെന്നാണ് പുറത്തു വരുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ. പഴയ സ്ട്രക്ചറുകളും വീൽ ചെയറുകളും മറ്റും സൂക്ഷിച്ചിരുന്ന ഭാഗം കൂടിയാണത്. ഈ ഭാഗത്താണ് ഇപ്പോൾ കെട്ടിടം തകർന്നു വീണ അപകടം ഉണ്ടായിരിക്കുന്നത്. മുകളിലത്തെ 10-ാം വാർഡിനോട് ചേർന്ന ടോയ്ലറ്റുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത്. ചിലപ്പോൾ ഈ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാനായി എത്തിയ ആളുകളായിരിക്കാം ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടാവുക. ഇവരാണിപ്പോൾ എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തമല്ല. കാരണം ഇതാരും കണ്ടിരുന്നില്ല. അതിനാൽ തന്നെ എത്രത്തോളം ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടന്നെന്നോ എത്രത്തോളം ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ എന്തായാലും 3 പേരെയാണ് അർജുന രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആളുകൾ തടിച്ചുകൂടിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൽ നിന്ന് 3 ആളുകളെ രക്ഷപ്പെടുത്തി. അതിൽ ഒരു കുഞ്ഞടക്കമുണ്ട് എന്നുള്ള കാര്യമാണ് വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. നിലവിൽ വാർഡിലെ ശുചിമുറികളുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ പറയുന്നു ഇത് ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്നാണ്. ഇത്തരത്തിൽ പഴകിയ കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ പഴകിയ കെട്ടിടമാണ് നിലവിൽ തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മന്ത്രിമാർ അവിടെ സ്ഥലം സന്ദർശിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരും മണിക്കൂറിൽ പുറത്തു വരുമെന്നാണ് സൂചന. വിവരങ്ങളുമായി കാർത്തുവാണ് ചേർന്നത്. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജുകളിലൂടെ നടക്കുന്ന വിവാദങ്ങളും തുടരെയുള്ള മെഡിക്കൽ കോളേജുകളുടെ ഉപകരണക്ഷാമങ്ങൾ അതല്ലാതെയുള്ള